സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. GHFിൻ്റെ ഭക്ഷണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഹമാസിൻ്റെ ശ്രമങ്ങളെയൊക്കെ ഏകദേശം ചെറുത്ത് തോൽപ്പിച്ച് അവർ ഭക്ഷണ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയക്രമത്തിൽ വ്യത്യാസം വരുത്തി രാവിലെ 5 മണി എന്നുള്ളത് 6 മണിയാക്കി, വൈകുന്നേരം 6 മണി വരെ. അപ്പം ബ്രോഡ് ഡേ ലൈറ്റിൽ മാത്രം ഭക്ഷണ വിതരണം നടത്തുക എന്നൊരു സംഗതിയിലേക്ക് എത്തി. നേരത്തെ അത് രാവിലെ 5 മണി മുതൽ 7 മണി വരെ എന്നായിരുന്നു, വൈകുന്നേരം 7 മണി വരെ എന്നായിരുന്നു. അപ്പോൾ 5 മണിക്ക് ഭക്ഷണ വിതരണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ രാവിലെ 3 മണിക്ക് പോയിട്ട് ഇസ്രായേലിൻ്റെ പട്ടാള കേന്ദ്രത്തെ ആക്രമിക്കുകയും അങ്ങനെ സ്വയം മരണം ഏറ്റുവാങ്ങുകയും ചെയ്ത് ലോകം മുഴുവൻ ഹമാസിൻ്റെ പാലസ്തീനിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ IDF വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളൊരു പ്രചരണം സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അത്തരത്തിലൊരു പ്രചരണത്തിനുള്ള സാധ്യത കഴിയുമെങ്കിൽ ഒഴിവാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേൽ ബ്രോഡ് ഡേ ലൈറ്റിൽ മാത്രം ഭക്ഷണ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കടക്കുകയും വഴി കൂടുതൽ കൃത്യമായി ഡിഫൈൻ ചെയ്യും, വഴിക്ക് വേലി കെട്ടുകയൊക്കെ ചെയ്ത ശേഷമാണ് ഭക്ഷണ വിതരണം പുനരാരംഭിച്ചിട്ടുള്ളത്. അപ്പം ഈ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ അവസാനത്തെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയടിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് ഈ ഭക്ഷണ വിതരണം എന്ന് പറയുന്നത്. കാരണം ഭക്ഷണ വിതരണം ഒരുപാട് ഒത്തിരി സൈഡുകൾ, അതിന് ഒരുപാട് സാധ്യതകൾ ഹമാസ് അതിനകത്ത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ സാധ്യത ഭക്ഷണ സാധനങ്ങൾ കടത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ട ആയുധങ്ങളും പണവും കടത്തിക്കൊണ്ട് വരാമെന്നുള്ള സംഗതി. അതിനേക്കാളേറെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഭക്ഷണ വിതരണം UN-ൻ്റെയോ റെഡ് ക്രോസിൻ്റെയോ കയ്യിലാണെങ്കിൽ അത് പൂർണ്ണമായും ഹമാസ് നിയന്ത്രണത്തിലാണ്. അങ്ങനെ ഹമാസ് നിയന്ത്രണത്തിൽ ഭക്ഷണ വിതരണം നടത്തുമ്പോൾ ഒന്ന് അതിൽ നിന്ന് കട്ടുമാറ്റാനുള്ള സാധ്യതയുണ്ട്, അത് അടിച്ചു മാറ്റാൻ സാധിക്കും. അതിനേക്കാൾ പ്രധാനം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പട്ടിണി കിടത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ അവസാന നിമിഷം ഗാസ ആര് ഭരിക്കും, അല്ലെ ആരിലേക്ക് ഭരണ കൈമാറ്റം നടക്കും, ഗാസയിലെ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ആരാണ്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിശ്ചയമായും ഭക്ഷണമാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാർപ്പിടത്തിലേക്ക് എത്തുന്നത്. പാർപ്പിടമൊക്കെ തീർന്നു, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെയാണ് നമ്മളതിൻ്റെ ഗ്രേഡിങ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഗാസ എന്ന് പറയുന്നത് പരിപൂർണമായും തകർക്കപ്പെട്ട ഒരു റീജിയനാണ്, അവിടെ ഒന്നിനും സാധ്യതയില്ലാത്തൊരു റീജിയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബേസിക് നെസസിറ്റീസ് ആര് മീറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവിടെ ആര് നേതാവായി വരും എന്നുള്ളത് നേതാവായിട്ട് ഇവോൾവ് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ അവസ്ഥയിലായിപ്പോയത്. അത് ഇസ്രായേൽ അവരെ പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ അവസ്ഥയിലാക്കിയതല്ല, അതൊരു പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും യാതൊരു പരിഗണനയും കൊടുക്കാതിരിക്കുക, ഇത് അറബ് രാജ്യങ്ങളിലെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. ഒരു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും നിന്നുപോയ ഗോത്ര സംസ്കാരം തന്നെയാണ് ഇന്ന് മിക്കവാറും അറബ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ഗോത്രത്തലവൻ ആരാണോ അയാൾക്ക് നിയമം ബാധകമല്ല. അത് പിന്നെ ഇസ്ലാമിക് രീതികളുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു സംഗതിയാണ്. നേതാവിന് നിയമം ബാധകമല്ല, ബാക്കിയുള്ളവർക്ക് മാത്രമാണ് നിയമമുള്ളത്. അപ്പം നേതാവിനെ സംബന്ധിച്ച് അയാൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഒരാൾ വധിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അയാൾ വധിക്കപ്പെടും, പട്ടിണി കിടക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കും. കാരണം നേതാവും ദൈവവും തമ്മിൽ നേരിട്ടാണ് ബന്ധം, ദൈവവും നേതാവും തമ്മിൽ നേരിട്ടാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്, അല്ല ദൈവത്തിൻ്റെ നേരിട്ട് സംസാരിച്ച് ആരുടെ പിന്മുറക്കാരനാണ്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായി വളരെ പ്രാകൃതമായ രീതിയിലുള്ളൊരു സോഷ്യൽ സ്ട്രക്ചറാണ് ഈ അറബ് റീജിയനുള്ളത്. അപ്പോൾ ആ സോഷ്യൽ സ്ട്രക്ചറിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ ആയുധം കയ്യിലുള്ളവൻ മറ്റുള്ളവരെ എല്ലാം കീഴ്പ്പെടുത്തി അധികാരം ഏറ്റെടുക്കുകയും അതിനുശേഷം ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ അടിമകളായി സൂക്ഷിക്കുകയും ചെയ്യുന്ന പഴയ ഗോത്ര സംസ്കാരം തന്നെയാണ് ഇപ്പോഴും അവിടെ നിലവിലുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഭക്ഷണം മുഴുവൻ കയ്യിലെടുത്ത് വെക്കുകയും അവർക്ക് എതിർപ്പുള്ള അവരെ എതിർക്കുന്ന ആളുകളിൽ നിന്ന് പരിപൂർണമായും അത് മാറ്റി നിർത്തുകയും ചെയ്യുക വഴി അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പട്ടിണി കിടത്താനും അങ്ങനെ കൂടുതൽ ആളുകളെ അവരുടെ പക്ഷത്ത് ചേർക്കാനും അല്ലെങ്കിൽ ഗാസയിലുള്ള മുഴുവൻ മനുഷ്യരെയും ഭക്ഷണത്തിന് വേണ്ടി അവരുടെ പിന്നിൽ അടിമകളാക്കി അണിനിർത്താനും അവർക്ക് സാധിക്കും. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഭക്ഷണ വിതരണം ഈ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്ക ഇസ്രായേൽ ടീമിൻ്റെ കയ്യിലേക്ക് മാറുമ്പം ഹമാസിന് നഷ്ടമാവുന്നത്. അത് നഷ്ടമാവാതിരിക്കാനാണ് ആത്മഹത്യാ സ്ക്വാഡുകളെ വിട്ട് ശവശരീരങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളിലൂടെയും ഭക്ഷണത്തിന് വേണ്ടി വിശന്നു നിന്ന ആളുകളെ വെടിവെച്ച് കൊന്നേ എന്ന പ്രചരണം നടത്തി അവരെങ്ങനെയെങ്കിലും ഈ ഭക്ഷണ വിതരണം പൊളിക്കാൻ ശ്രമിക്കുന്നത്, ഭക്ഷണം കിട്ടുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ തടയാമെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവിടെ വെച്ച് തടഞ്ഞേ പറ്റൂ. കാരണം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു, യുദ്ധം നിർത്തേണ്ട സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ആ സമയത്ത് ഇപ്പോൾ പവർ ട്രാൻസിഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഗാസയെ ആര് ഭരിക്കും എന്നുള്ള വിഷയമുണ്ട്. അപ്പം ഗാസയിൽ നിന്ന് ഈ ഹമാസ് എന്ന് പറയുന്ന സാധനത്തിനെ പരിപൂർണമായിട്ടും അപ്രൂട്ട് ചെയ്ത് വേരോടെ
പറിച്ചു കളയേണ്ട ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന നിലയിൽ ഇപ്പോൾ ഭക്ഷണ വിതരണം ഇവർ ഏകദേശം കയ്യിലേക്ക് ഒതുക്കി വരുന്നു. അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ 4 എയ്ഡ് സെൻ്ററുകളും പൂർണ്ണമായും ഓപ്പറേറ്റീവ് ആവുകയും അങ്ങനെ ഭക്ഷണ വിതരണം പൂർണ്ണമായും ഇസ്രായേൽ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഏജൻസികളിലൂടെ മാത്രം നടക്കുന്നൊരു സാഹചര്യം നിലവിൽ വരികയും ചെയ്യും. സ്വാഭാവികമായും ഭക്ഷണം തരുന്നവരോട് ഈ അടിമത്ത സ്വഭാവമുള്ള മനുഷ്യർക്ക് അലീജിയൻസ് ഉണ്ടാവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേലി ഭക്ഷണ വിതരണം ഏറ്റെടുത്തതും അല്ലെങ്കിൽ അമേരിക്ക ഭക്ഷണ വിതരണം ഏറ്റെടുത്തതും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഹമാസും റെഡ് ക്രോസും UN ഒക്കെ അതിനെ 100% ചെറുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അത് വാസ്തവത്തിൽ ഇതിൻ്റെ പുറകിലുള്ള കാര്യമൊക്കെ 100% പൊളിറ്റിക്കലാണ്. ഇതിൽ പട്ടിണി മാറ്റുന്നോ അല്ലെങ്കിൽ വിശപ്പ് മാറുന്നോ എന്നുള്ളതല്ല, പൊളിറ്റിക്കലാണ് ഇതിനകത്തുള്ള വിഷയം. അതിൻ്റെ കൂടെ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത ഹമാസിന് എതിരായി നിൽക്കുന്ന ആളുകളെ ആയുധമണിയിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. പാലസ്തീൻ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ, പാലസ്തീനികളുടെ ഇടയിൽ തന്നെ ഇത് ഗോത്ര സ്വഭാവമുള്ളതാണ്. വിവിധ ഗോത്രങ്ങളുണ്ട്. അതിലെ വേറൊരു ഗോത്രത്തെ, ഹമാസിന് എതിരെ നിൽക്കുന്ന ഒരു ഗോത്രത്തെ ആയുധമണിയിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നെതന്യാഹു പുറത്തുവിട്ട ഒരു പുതിയ ഐഡിയ. അപ്പോൾ അദ്ദേഹം അത് പുറത്തുവിടുമ്പോൾ അദ്ദേഹത്തിന് വാർ ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഇല്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഇത് റിസ്കി ആണ് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. യാസർ അബു ഷഹാബ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തലവന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിനാണ് AK-47 തോക്കുകൾ കൈമാറിയെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനകത്ത് നിന്ന് സ്വാഭാവികമായും വരുന്ന വലിയ ക്രിറ്റിസിസം ഉണ്ട്. പണ്ട് ഫാത്ത പാർട്ടിക്കെതിരായി ഹമാസിന്റെ നേരെ ഇസ്രായേൽ നേതൃത്വം കണ്ണടച്ചിരുന്നുവെന്നും അങ്ങനെയാണ് ഹമാസ് അവിടെ വളർന്ന് പിന്നീട് ഇസ്രായേലിനെ ആക്രമിച്ചതെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മുടിയുടെ അകത്ത് ഒളിച്ചിരിക്കുന്ന പേരിനെ പോലെ ഒളിച്ചിരിക്കുന്ന ഹമാസിനെ എങ്ങനെ പുറത്തെടുക്കും? ആളുകളുടെ ഇടയിൽ ഇത് ആളുകളുടെ കൂട്ടത്തിൽ ഒന്നായി അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിമത്ത സ്വഭാവമുള്ള ആളുകൾ മതത്തെ പേടിച്ചിട്ടോ ദൈവത്തെ പേടിച്ചിട്ടോ ഒക്കെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവരെ അതിൻ്റെ ഇടയിൽ കയറി പിടിക്കുക എന്നുള്ളത് അങ്ങേയറ്റം റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിന് ചെയ്യാൻ പറ്റും. ഇന്നലെയും ഒരു കെട്ടിടത്തിനകത്ത് പരിശോധന നടക്കുന്നതിനിടയിലൂടെ ഒരു ബോബി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ആള് തൊട്ടാലെ പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ബോബി ട്രാപ്പ് പൊട്ടിത്തെറിച്ച് 4 ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 പേർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ ഈ ഹമാസ് പലസ്തീനിലെ പല റീജിയനുകളിലും കളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇസ്രായേൽ നേരിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ വലിയ ആൾനാശം IDF ഉണ്ടാവും. അപ്പോൾ ഏതൊരു പട്ടാളവും ആൾനാശം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാസർ അബു ഷഹാബ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിനെ ആയുധമണിയിക്കുകയും അവരെ ഹമാസിനോട് പൊരുതുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അവർക്ക് ഇതിനകത്ത് ഹമാസിനെ കണ്ടുപിടിക്കുക യാതൊരു ബുദ്ധിമുട്ടില്ല. അവർ ഇതിനകത്തുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഹമാസ് കാരണവും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ പറഞ്ഞ യാസർ അബു ഷഹാബിന്റെ ഗ്രൂപ്പിനറിയാം. അപ്പോൾ അവർ ഈ ഹമാസിന്റെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യുകയും വധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് നീങ്ങുകയാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നമ്മൾ പുറകനെ കൊണ്ട് പേരടിപ്പിക്കുന്നത് പോലെ ഇതിനകത്ത് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ട് വലിയ ആയുധങ്ങളൊന്നും ഇവർക്ക് കൈമാറ്റം ചെയ്യാൻ സാധ്യതയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ കൊടുക്കുന്ന ഓരോ തോക്കിലും അവരുടേതായ ടെക്നിക്സ് ഉണ്ടാവും. പിന്നെ അത് ഡിറ്റക്ട് ചെയ്യാനും അത് എതിരെ പോകുന്നു നോക്കാനും ഒക്കെ അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഒരു പുതിയ മൂവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിനിടയിലൂടെ ലെബനോണിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ മാനുഫാക്ചറിങ് സെന്റർ, ഡ്രോൺ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ ഇസ്രായേൽ ഇന്നലെയും ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ഇത് സിവിലിയൻ ഏരിയയുടെ താഴെ മണ്ണിനടിയിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനടിയിലാണ് ഈ ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നത്. അത്തരം ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇസ്രായേൽ ഡിറ്റക്ട് ചെയ്യുകയും ആ തുരങ്കത്തിന്റെ വാതിലിലൂടെ തന്നെ ബോംബ് അതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് ഹിസ്ബുള്ള ഭീകരന്മാരെയും കൂടാതെ അവരുടെ ഡ്രോൺ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും 8 സ്ഥലത്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇറാൻ അതിനിടയിലൂടെ അവരുടെ പുതിയ ഒരു GPS സംവിധാനം ഇല്ലാതെ പറക്കുന്ന ഒരു മിസൈൽ എന്ന് പറഞ്ഞൊരു പുതിയ മിസൈൽ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. 800 മിസൈലുകൾക്ക് ആവശ്യമായ ഫ്യൂവൽ ചൈനയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇറാൻ അവരുടെ പിന്നെ ആയുധശേഷി പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇന്നലെ യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം ഇറാനെ ആക്രമിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അവർ കൂടുതൽ ബുദ്ധിമുട്ട് ഓരോ ദിവസം വൈകുന്തോറും ഇറാനെ ആക്രമിക്കുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി വരും എന്ന ഒരു വാണിംഗ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇന്നലെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് പറയുന്നത് അവർ ഗാസ റീജിയനിലെ ഈ പറയുന്ന ഗിമ്മിക്സ്, അതായത് ഭക്ഷണം വാങ്ങാൻ പോയവരെ വെടിവെച്ചു കൊണ്ടുള്ള ഗിമ്മിക്സ് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒക്കെ ഒരു പരിധിവരെ വിശ്വസിപ്പിക്കുവാൻ ഈ ഇസ്ലാമിക ലോബികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ പേരിൽ ഇസ്രായേലെ വാൺ ചെയ്യുന്നുണ്ട്, ഗാസയിലെ മിലിറ്ററി ആക്ഷൻ കുറയ്ക്കണം. പക്ഷെ അവരെ സംബന്ധിച്ച് ഇസ്രായേൽ ഇത് 1948 മുതൽ ഫേസ് ചെയ്യുന്ന വിഷയമാണ്. യൂറോപ്പ് പറയുന്നത് 2 നേഷൻ തിയറിയാണ്.
ഇത് ടു നേഷൻ തിയറിയിലേക്ക് ഏകദേശം എത്തിയതായിരുന്നു. ടു നേഷൻ തിയറിയിലേക്ക് എത്തിയ സമയത്ത് ഈ വെസ്റ്റ് ബാങ്ക് റീജിയനിൽ നിന്നുള്ള ആക്രമണങ്ങളാണ് ആദ്യം മറിച്ച് ചിന്തിക്കുവാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. കാരണം വെസ്റ്റ് ബാങ്ക് റീജിയൻ പാലസ്തീനകൾക്കായി തിരിച്ചു കൊടുത്ത സ്ഥലമാണ്. ആ തിരിച്ചുകൊടുത്ത സ്ഥലങ്ങളിൽ നിരന്തരമായി ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു അയൽവാസി നമുക്കുണ്ടായാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുമോ എന്നൊരു ഭയം ഇസ്രായേലിൽ ഉണ്ടാവുകയും അങ്ങനെ ടു നേഷൻ തിയറി എന്നതിനെ സംബന്ധിച്ച് അവർ സൈലന്റ് ആവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഹമാസിന്റെ ഭീകര ആക്രമണത്തിന് ശേഷം ടു നേഷൻ തിയറി എന്നൊരു കാര്യം ഇസ്രായേൽ ഇപ്പോൾ സംസാരിക്കുന്നതേ ഇല്ല. അപ്പോൾ യൂറോപ്പ് ഈ ടു നേഷൻ തിയറിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നാൽ ഇസ്രായേൽ അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നൊക്കെ ഫ്രാൻസ് പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഫ്രാൻസ് അത് ഉപരോധം ഏർപ്പെടുത്താനാണ്. ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ട് ആയുധങ്ങൾ പോലുള്ള സാധനങ്ങൾ വാങ്ങുന്നു എന്നല്ലാതെ ഇസ്രായേൽ ഒരു കാര്യത്തിലും യൂറോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ത്യ ഭക്ഷണ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലത്തെ വലിയ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ സുഹൃത്തായുണ്ട്. ഇത്തരം ഒരു തരത്തിലുള്ള ബാനും ഇസ്രായേലിനെ വരെ ഏൽപ്പിക്കാൻ യൂറോപ്പിന് സാധിക്കുമെന്നുമില്ല. വെറുതെ ഒരു ഭംഗി വർത്താനം ഞങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ഈ ഫേക്ക് മനുഷ്യാവകാശങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ സൗദി അറേബ്യ ബലിപ്പെരുന്നാളിനെത്തിയ ഹാജിമാരെ സംരക്ഷിക്കുവാനായി പാട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങൾ ഡിസ്പ്ലേ ചെയ്തതിൻ്റെ ഫോട്ടോയൊക്കെ ഇന്ന് അവർ എടുത്തിട്ടുണ്ട്. അപ്പം പാട്രിയോട്ട് മിസൈൽ സിസ്റ്റങ്ങൾ വെച്ചുകൊണ്ടാണ് ഹൂത്തികളിൽ നിന്ന് അവിടെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കാൻ മക്കയിൽ എത്തിയിട്ടുള്ള 15 ലക്ഷത്തോളം വരുന്ന ഹാജിമാരെ അവർ സംരക്ഷിക്കുന്നത് മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ ഈ മോസ്കിൻ്റെ മേലെ വലിയ മോസ്കാണ്, മക്കയിലുള്ള മോസ്ക് വലിയ മോസ്കാണ്. അതിൻ്റെ മുകളിൽ അയൺ ഡോം സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹൂതികളുടെ മിസൈലുകളെ ചെറുക്കാൻ വേണ്ടി. അപ്പോൾ ഇറാൻ എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത്? അവർ പറയുന്നു അവർ മുസ്ലിങ്ങളുടെ പ്രൊട്ടക്ടേഴ്സ് ആണെന്ന് പറയുന്നു. മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധ സ്ഥലമായ മെക്ക ഇറാനിൽ നിന്നും ഇറാന്റെ കൈകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റവും അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈലുകളും തയ്യാറാക്കി വെച്ചുകൊണ്ട് ഇതിനെ ഹൂതികളെ ഭയന്ന് മെക്ക കഴിയുന്നു. ഇതിന് വലിയൊരു പാരഡോക്സ് ഉണ്ട്.